രാവിലെ അടുക്കളയിലുള്ള ഒരുവിധം ജോലികളെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് നേരെ മുറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായി മുറ്റം തൂത്തിട്ട്, അതുകൊണ്ട് അത്രയും അപ്പടി ചവറുണ്ടായിരുന്നു കേട്ടോ. മാവിൻ്റെ ഇലയൊക്കെ വീണിട്ട് അത്രയും ചവറുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് രാത്രി നല്ല കാറ്റൊക്കെയാണ്. പിന്നെ അതേ കയറി വന്നിട്ട് അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ കണ്ടില്ലേ, ചെങ്കലവ ഉണ്ടായിരുന്നു, കുറച്ച് ചാള ഉണ്ടായിരുന്നു കേട്ടോ. പൊടിച്ചാള ഉണ്ടല്ലോ, പൊടിച്ചാളയാണ് കിട്ടിയിട്ടുള്ളത്. മുതുക്ക് ചെങ്കലവയായിരുന്നു കേട്ടോ, 3 എണ്ണം ആയിരുന്നെങ്കിലും. അപ്പോൾ ദേ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പുളിമുളകും വെക്കാന്നാണ് വിചാരിച്ചത്, പക്ഷേ നോക്കിയപ്പോൾ മല്ലിപ്പൊടി തികയത്തില്ല. പിന്നെന്തോ ഇത് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് തേങ്ങ അതിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വറുത്തെടുക്കുകയല്ല കേട്ടോ, നല്ലതുപോലെ മൂപ്പിച്ചൊന്നും എടുക്കുകയല്ല, പച്ച അരച്ച് വെക്കാൻ തന്നെയാണ്. അങ്ങനെ കറിയൊക്കെ ഒരുവിധം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പും ഉലുവാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കറിയൊക്കെ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എടുത്തിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകി സെറ്റാക്കി മാറ്റി വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു പ്രാന്താണ് കേട്ടോ. പിന്നെ അത് കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചാള ഉണ്ടായിരുന്നേ, അതൊന്ന് വരഞ്ഞിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വറുത്ത് കോരാൻ വേണ്ടി പോവുകയാണേ. പിന്നെ കുറച്ച് കോവയ്ക്ക് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ കോവയ്ക്ക് തീരുന്നത് വരെ എന്തായാലും കോവയ്ക്ക് മെഴുക്ക് പുരട്ടിയോ തോരനോ കറിയോ വറക്കോ ഒക്കെ ചെയ്തിട്ട് മാറ്റണം കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. വാപ്പ കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് മാങ്ങ ഉടഞ്ഞിട്ടുണ്ടായിരുന്നു, അതെനിക്ക് നുള്ളിപ്പറക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കഴുകി അത് തോലൊക്കെ ചെത്തിയിട്ട് ഞാനും പാത്തും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. മീൻ വറുക്കാനുള്ളതും ചട്ടിയിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മറിച്ചിടുന്ന പരിപാടിയാണ് കേട്ടോ ഒട്ടും പറ്റാത്തത്, ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആക്കി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.